ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ പറക്കോട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീട്. 4 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു കണ്ടംപററി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഒരേപോലെയുള്ള 2 വീടുകളാണ് ഇവിടെ ഉള്ളത്. രണ്ടും കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വീടിന് മുന്നിലായി വരുന്നത് ഏകദേശം 6 മീറ്റർ വീഴ്ത്തുള്ള ടാർ റോഡാണ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റും നൽകിയിരിക്കുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 11 കിലോമീറ്ററാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ പണി ഏകദേശം 90% ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയിലാണ് കിണർ വരുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈനിൽ പൂർണ്ണമായും കണ്ടംപററി മോഡൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള 2 വീടുകൾ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു പില്ലറും സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. 2 പാളികളായി തുറക്കാവുന്ന മെയിൻ ഡോറ് നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസ് ആണ്. ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഒരു 2 പാളി ജനൽ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വെട്രിഫൈഡ് ഫ്ലോറിംഗ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും TV യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ലിവിംഗ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസും വരുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിനടിയിലായി വാഷ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനടിയിലായി സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം. കിച്ചണും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളർ ടേബിൾ ടോപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. വാൾ ടൈലുകളും വൈറ്റ് കളറിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നു. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു വർക്ക് ഏരിയ സ്പേസിനുള്ള സ്ഥലം കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. വിശാലമായിട്ടുള്ള ബെഡ്റൂം. ഒരു ഭിത്തിയിൽ മുഴുവനായിട്ട് കബോർഡ് നൽകിയിരിക്കുന്നു. ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കബോർഡുകൾക്ക് രണ്ടിനെയും ഇടയിലായിട്ട് 2 ജനലുകൾ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിൽ തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളും ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. സെൻറ്റർ ഭാഗത്ത് ക്ലോസറ്റ് വരുന്നുണ്ട്. നേരെ വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ ഇരുവശത്തുമായിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. ക്യൂരിയോസ് വയ്ക്കാനുള്ള സ്പേസ് വാർഡ്രോബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം LED ലൈറ്റുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വാൾ ടൈലുകൾ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂം പോലെ അവസാന ഭാഗത്ത് ഷവറാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്താണ് ക്ലോസറ്റ് വരുന്നത്. നേരെ കയറുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്.
ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ ഫ്ലോറിലേക്കാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലിലും ഗ്ലാസ്സിലും നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. അവിടെ ബോർഡറുകളിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലുകൾ, താഴെ ഉപയോഗിച്ച ടൈലുകൾ തന്നെയാണ് മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ചെറിയൊരു വർക്കിംഗ് ടേബിൾ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെപ്പിന് മുകളിലായിട്ട് പർഗോളകൾ കാണാം. അതുപോലെ തന്നെ സൈഡിലും പർഗോളകൾ നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിങ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇവിടെ ചെറിയ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റോറേജ് സ്പേസുകളും നമുക്കവിടെ കാണാനാവുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവുമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. 2 വശത്തും ജനലുകൾ 3 പാളികളുടേതാണ് നൽകിയിരിക്കുന്നത്. വാം LED ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബ് എല്ലാ ബെഡ്റൂമിലും ഒരുക്കിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വാർഡ്രോബ്. മൾട്ടിവുഡിലാണ് വാർഡ്രോബുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കിഴക്കോട്ട് ദർശനമായി 4 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 350 മീറ്ററാണ് ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ നിർമ്മിച്ച 4 ബെഡ്റൂം വരുന്ന ഒരു ബഡ്ജറ്റ് വീടാണ് ഇത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളുടെ ബാത്റൂമുകളും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഒരു ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടാവുന്ന ഒരു നല്ല 4 ബെഡ്റൂം വീടാണ് ഇത്. എല്ലാ ബെഡ്റൂമുകൾക്കും വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. നാല് സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായിട്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നു. ഈ വീടിൻ്റെ വില വരുന്നത് 58 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം തത്സമയം നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസാണിത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബാൽക്കണിയും ഒരുക്കിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. 4 സെൻറ്റ് സ്ഥലത്ത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജായി 4 ബെഡ്റൂമുകളുള്ള ബഡ്ജറ്റ് വീട്. 58 ലക്ഷം രൂപയ്ക്ക് ഈ വീട് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.